ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ സീറോ ഹോം എന്ന പുസ്തകത്തിൻ്റെ ജേണി എന്ന ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. അതിൻ്റെ ഓഥറായ മനു മുരളി ഈ പുസ്തകത്തെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. In a broader perspective of the book, the zero home points out the stages one passes through to attain realization. The process is depicted as chapters, such as journey. One starts searching, then overcomes fear, belief or quietness, creativity or fantasy, darkness or ignorance, light or faith, and then realization. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ പൊരുൾ തേടിയുള്ള യാത്ര. ആ യാത്രയിൽ സ്വന്തം ഭയത്തെയും അജ്ഞതയും എല്ലാം മാറ്റി അവസാനം മോക്ഷത്തിലേക്കോ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നു. അതാണ് ഈ ബുക്കിൻ്റെ ഉള്ളടക്കം. സാവി വിഗ്രഹവുമായി സീറോ പോയിന്റിലേക്ക് എത്താനായിട്ടുള്ള യാത്ര തുടങ്ങി. ഒരു തുണിയിൽ പൊതിഞ്ഞ് ഈ വിഗ്രഹവുമായി അല്പ ആഹാര വസ്തുക്കളുമായി യാത്ര തിരിക്കുന്നു. കുറച്ച് ദൂരം പോയതിന് ശേഷം ഈ വിഗ്രഹം സാവിയോട് ചോദിക്കുന്നു, നീ എന്താ ഒരു വല്ലായ്മ തോന്നുന്നു നിനക്ക് എന്ന് ചോദിക്കുന്നു. അപ്പം സാവി പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എൻ്റെ കയ്യിൽ കാശുള്ളപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കാശൊക്കെ കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരും കുറഞ്ഞു. സാവിയുടെ അടുത്ത് വിഗ്രഹം പറഞ്ഞു, അത് നിന്റെ കൂടെയുള്ള സൗഹൃദവും നിന്റെ സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊച്ചു വർത്തമാനം, ചിരി, ഇതെല്ലാം പങ്കിടുമ്പോൾ നീയും ആസ്വദിച്ചിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഞാനും അത് തന്നെയാണ് ആസ്വദിച്ചിരുന്നത്. പക്ഷെ കയ്യിലുള്ള പൈസ തീരുമ്പോൾ അവർ മാറിയത് കാണുമ്പോൾ ഒരു തോന്നൽ, അത് സ്വാഭാവികമാണ്. നമ്മൾ എന്നാണോ ജീവിതവുമായി ഒരു കൂടുന്നത്, അന്ന് നമ്മളിതെല്ലാം മാറും. നമ്മൾ ജീവിതത്തെ ആസ്വദിക്കാൻ തുടങ്ങും. ജീവിതവുമായി ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിലാണ് നമ്മളുടെ യഥാർത്ഥ സന്തോഷം. സൗഹൃദം എന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയുമായി ചേർന്നിരിക്കുന്നു. ആ പ്രക്രിയ നമ്മൾ ജീവിതത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുമ്പോൾ, കൊടുത്താലും വാങ്ങിയാലും നമ്മളുടെ സൗഹൃദം ഉറപ്പായും കൂടെ തന്നെ ഉണ്ടാവും. അതാണ് യഥാർത്ഥ സൗഹൃദം. നമ്മൾ ഈ സൗഹൃദത്തെ ഒരു ഡിപ്പെൻഡൻസി മോഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം വരെ അതുണ്ടാവുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ, ഡിപ്പെൻഡ് ചെയ്യാതെ വരുമ്പോൾ, അതാണ് യഥാർത്ഥ സൗഹൃദം. വിഗ്രഹവും സാവിയുമായുള്ള സംഭാഷണം സാവിയുടെ മദ്യപാനത്തെക്കുറിച്ചായി. സാവിയുടെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ മദ്യപിക്കുന്നത്? അത് ഞാൻ എനിക്ക് കൂട്ടുകാരും ഒക്കെ കൂടാനും, അത് ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ആ സ്വഭാവത്തിലേക്ക് ഞാനിങ്ങനെ വന്ന്, എൻ്റെ അച്ഛനും മദ്യപിക്കുമായിരുന്നു, അവരോടൊപ്പം എല്ലാം കൂടി, കൂട്ടുകാരോടൊപ്പം എല്ലാം കൂടി, അതൊരു ഹാബിറ്റായി മാറി. അങ്ങനെ ഞാനത് എല്ലാവരുമായിട്ട് ചേർന്ന് കഴിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അതിനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വിഗ്രഹം പറഞ്ഞു, അത് ഹാബിറ്റായി മാറി. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ
നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് പൂർണ്ണമായും ജീവിതത്തെ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഹാബിറ്റുകൾ നിങ്ങളെ തന്നെ ഹേർട്ട് ചെയ്യുന്നത് പോലെയാകാറുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എല്ലായ്പ്പോഴും നല്ല പണിതാൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം കിട്ടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. അതിനിടയിൽ നിങ്ങൾ മൊമെൻ്ററി ആയിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി ചെറിയ ചെറിയ യാത്രകളൊക്കെ നടത്തുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ജീവിതത്തെ അറിയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അത് മനോഹരമായി ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ലൈഫ് ഈസ് യു വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ എവറി മൊമെൻറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ബർത്ത് ഓർ ഡെത്ത്. ഇറ്റ് ഈസ് ബിയോണ്ട് യുവർ ബോഡി ഓർ യുവർ മൈൻഡ്. ജീവിതം എല്ലാ മൊമെൻറ്റിലും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജനനമോ മരണമോ അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അത് ശരീരത്തിനും മനസ്സിനും അപ്പുറത്തേക്കാണ്. യാത്രയിലെ വിരസത മാറ്റുവാൻ വേണ്ടി സാവി വിഗ്രഹത്തോട് ചോദിക്കുന്നു, നീ ദൈവമാണോ? വിഗ്രഹം പറയുന്നു, ഞാൻ ദൈവമാണെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിന്റെ കൂടെ. അപ്പോൾ എന്തുവാ? അപ്പം സാവി ചോദിച്ചു, അപ്പം പിന്നെ എല്ലാവരും അവരവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് നിൻ്റെ അടുത്ത് ദൈവത്തെ അപ്രോച്ച് ചെയ്യാറുണ്ടല്ലോ, അതെന്തിനാണ്? അത് അവരാണ് ചെയ്യുന്നത്, ഞാനല്ല ചെയ്യുന്നത്. അപ്പോൾ വിഗ്രഹത്തിൽ ദൈവമില്ലെങ്കിൽ ദൈവം ആരാണ്? വിഗ്രഹം പറയുന്നു, ദൈവം നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരു മാഗ്നറ്റ് പോലെയാണ്. സെയിം ചാർജുള്ള ഇത് വരുമ്പോൾ അത് മാറിപ്പോകുന്നു. അതേസമയം ഓപ്പോസിറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നു. അതുപോലെയാണ് നിന്റെ ഉള്ളിലുള്ള ചിന്തകൾ നിന്റെ മനസ്സിൽ തന്നെയുള്ള ദൈവത്തെ അകറ്റുന്നു. എന്നാണോ ആ ചിന്തകളിൽ വ്യത്യാസം വരുന്നത്, അന്ന് നീയും നിന്നിനുള്ളിലുള്ള ആ ദൈവവും ഒന്നാകും. സാവി വിഗ്രഹത്തിനോട് ചോദിക്കുന്നു, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എനിക്കിതൊന്നും അറിയത്തില്ല. സാവിയുടെ അടുത്ത് വിഗ്രഹം പറയുന്നു, ഞാനും നീയും ഒന്ന് തന്നെയാണ്. ഒരു ചെറിയ മോൾഡിങ്ങിൻ്റെ വ്യത്യാസം അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ നിൻ്റെ അടുത്താണല്ലോ ജനങ്ങളൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നത് അവരവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അതെ, അത് ശരിയാണ്. പക്ഷേ ശരിക്കും നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറണമെങ്കിൽ ജീവിതത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയാൽ എല്ലാ കഷ്ടപ്പാടുകൾക്കും അവസാനമുണ്ടാകും. ജനം അവരറിയാതെ തന്നെ പ്രാർത്ഥനകൾ വഴി ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതും ഒരു മാർഗമാണ്. സാവി പറയുന്നു, ഞാനൊരു അമ്പലങ്ങളിലോ പള്ളികളിലോ ഒന്നും പോയി പ്രാർത്ഥിക്കാറില്ല. പിന്നെ ഞാൻ എങ്ങനെ ആ ദൈവത്തെ കണ്ടെത്തും? വിഗ്രഹം പറയുന്നു, നീ പോയാലും അമ്പലങ്ങളിലോ പള്ളികളിലോ പോയാലും പോയില്ലെങ്കിലോ എന്തെങ്കിലും ചാരിറ്റിയിൽ പ്രവർത്തിച്ചില്ലെങ്കിലോ എല്ലാ പാതകളും ദൈവത്തിലേക്ക് നയിക്കപ്പെടും.